പ്രദക്ഷിണം കഴിഞ്ഞ് എല്ലാവരും നമ്മൾ പള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി പുറത്ത് യാതൊരുവിധ വാദ്യമേളങ്ങളുടെ ശബ്ദവും ഇനി കേൾക്കാൻ പാടില്ല. ഇവിടെ ദൈവസന്നിധിയിൽ ധൂപപ്രാർത്ഥന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസികൾ ദേവാലയത്തിനകത്ത് കടന്നു നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അതിനാണ് ഇനി നമ്മൾ നമ്മുടെ തല കുനിക്കുന്നത്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ സമയത്ത് വാദ്യമേളക്കാർക്ക് ഒരു അവസരം തരുന്നതായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഈ സമയം ഇൻഡ്രോപ്പ് സൈലൻസോടുകൂടി നമ്മൾ ഈ നഗരത്തിലേക്ക്, നമ്മുടെ ഈ ദേശത്ത് കുരിശ് വഹിച്ചുകൊണ്ടൊരു യാത്ര ചെയ്ത് തിരിച്ചു വരികയാണ്. ഇതൊരു വലിയ വിളംബരമാണ്. ദൈവസന്നിധി താഴ്മയോടുകൂടെ തലകുനിക്കുന്ന അവസരമാണ്. നമുക്ക് ദൈവസന്നിധി സമർപ്പിച്ച് അനുഗ്രഹങ്ങൾക്കായി, ശ്ലൈഹിക വാഴ്വിനായി നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധി സമർപ്പിക്കും. ും അവർ തലരിട്ട് തഴുത്തിടുവേ. ഹല്ലേലൂയ. പുഷ്ടികളും പാറിക്കുമോ. ഉണ്ടന്മേലും നിൻ ഓർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദർക്കും പുനരുത്ഥാനദിനെ പാറയ്ക്കുമോ. മശിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദിൽ വാളാൽ ചിറകുകൾ ഉന്നത പദമേറി പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും നിൻ കോപത്തിൻ വടികളെയും ആയി.
തന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ നിങ്ങളെ എല്ലാവരെയും സംഗതിയാക്കട്ടെ. ദൈവമായ കർത്താവ് തന്റെ വലതുകരം നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ സകലരെയും നിങ്ങളുടെ സർവത്തെയും നിങ്ങളുടെ സകല അധ്വാനങ്ങളെയും നിങ്ങളുടെ വ്യാപാരങ്ങളെയും നിങ്ങളുടെ ഉദ്യോഗങ്ങളെയും നിങ്ങളുടെ അധ്വാനങ്ങളെയും നിങ്ങളുടെ ഇടം കൈയും വലം കൈയും ചേർന്ന് പ്രവർത്തിക്കുന്ന സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിച്ച് 1-ന് 30,000 60,000 100,000 ഇരട്ടി അവിടുന്ന് പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ അനുഭൂമിയിൽ യാത്ര ചെയ്യുകയും ഇസ്രായേൽ മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അവർ വിശന്ന നാളുകളിൽ ആകാശത്തു നിന്നും മന്നായും ഭക്ഷിയും നൽകി അവരെ ശക്തരാക്കുകയും ദാഹിച്ചു വരണ നാളുകളിൽ പാറയിൽ നിന്ന് ദാഹജലം നൽകി അവരെ ധന്യരാക്കുകയും യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അവരെ വിടുവിച്ച് താൻ അവർക്ക് നൽകുമെന്ന വാഗ്ദാനം ചെയ്ത പാലം തേഞ്ഞു ഒഴുകുന്ന ആ സ്വർഗീയ കനാൻ കൈവശമാക്കുവാൻ ഇടയാക്കിയത് എന്ന് വരാൻ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളോടുകൂടെ അനുധാവനം ചെയ്ത് നിങ്ങളുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത് സ്വർഗീയ യെരൂശലേമാകുന്ന ആ കനാൻ ദേശം, ആ വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ സംഗതിയാക്കട്ടെ. സഹീയോൻ മാളികയിൽ വെച്ച് തന്റെ വാത്സല്യ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധ റൂഹായെ അയച്ച് അവരെ അറിവും ജ്ഞാനവും ധൈര്യവുമുള്ളവരായി ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് ആയിഷാതയുന്നവരാൻ നിങ്ങളുടെ മേലും തന്റെ ആത്മാവിനെയും പകരുകയും താൻ നിങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും അറിവും ജ്ഞാനവുമുള്ളവരായി ലോകത്തിന്റെ അന്ത്യത്തോളം തന്റെ വിശ്വസ്ത സാക്ഷികളായി തീരുവാനും നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾക്ക് സൗഖ്യവും നിങ്ങളുടെ കഷ്ടങ്ങളും നിങ്ങൾക്ക് സമാധാനവും നിങ്ങളുടെ വേദനകളും നിങ്ങൾക്ക് സാന്ത്വനവുമായിരുന്നു സകല പ്രതികൂലതകളിലും നിങ്ങളെ സഹായിച്ച് ശക്തീകരിച്ച് സ്വർഗീയ യെരൂശലേം കൈവശമാക്കുവാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സകലരെയും താൻ യോഗ്യരാക്കി തീർക്കുമാറാവട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്ന കൈവശമായി അനുഭവിച്ചുകൊള്ളുകയെന്ന് വലതുഭാഗത്തോട് അറിയുന്ന ആ മധുര സ്വരം കേൾക്കുന്നതിന് ദൈവം തമ്പുരാൻ നിങ്ങളെയും ബലഹീനനായ നമ്മെയും വിശ്വാസികളായ സകല വാങ്ങിപ്പവരുടെ ആത്മാക്കളെയും സംഗതിയാക്കട്ടെ. ആയത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധയും ദൈവത്തെ പ്രസവിച്ചവരുമായ വിശുദ്ധ മർത്തമറിയും അമ്മയുടെയും ഭാരതത്തിന്റെ അപ്പോസ്തലൻ മാർത്താമാശ്രീഹായുടെയും ആരുടെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു. ഭാഗ്യവാനും പുണ്യവാനും നമ്മുടെ കർത്താവിന്റെ വിശുദ്ധമായ യേശുമിശിഹായുടെ മുന്നോടിയായി വന്നവനും അവന് വഴിയൊരുക്കിയതുമായ യുഹാനന്ദാനായുടെയും സഹോദരന്മാരുടെ മകളമായ ബെഹാന്റെയും അവന്റെ സഹോദരിയായ സാറായുടെയും നിർമ്മല സഹോദരന്മാരുടെയും സഹോദരുടെയും 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 ശേഷമുള്ള പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേക നമ്മുടെ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസിന്റെയും വർദ്ധീവനാസിയോസിന്റെയും പ്രാർത്ഥനകളാലും മധ്യസ്ഥതകളാലും തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഭാവി നാം പരിശുദ്ധപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. കൃപ